ബഹ്റൈനിൽ ചെക്ക് നൽകിയുള്ള തട്ടിപ്പ് വീണ്ടും ആവർത്തിക്കുകയാണ്. 2013 നടന്നതിന്റെ തനിയാവർത്തനമാണിത്. ട്രേഡിംഗിന്റെ പേരിൽ തിരുവനന്തപുരം സ്വദേശിയുടെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പ് സമാനമായ രീതിയിൽ 2013 ബഹ്റൈനിൽ നടന്നിരുന്നു. അന്നും വഞ്ചിക്കപ്പെട്ടത് ഹോട്ടൽ ഉടമകളും ട്രാവൽ ഏജൻസികളും കമ്പ്യൂട്ടർ വ്യാപാരികളും അടക്കമുള്ള നിരവധി പേരായിരുന്നു. ഈ തട്ടിപ്പുകൾ സംബന്ധിച്ച് ഗൾഫ് മാധ്യമം വിശദമായ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ത്യൻ സ്ഥാപനങ്ങളെയായിരുന്നു അന്നും തട്ടിപ്പുകാർ കൂടുതലും നോട്ടമിട്ടത്. പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ നൽകിയാണെന്ന് സംഘം വ്യാപാരികളെ കബളിപ്പിച്ചത്. പല വ്യാപാരികൾക്കും 200 ദിനാർ മുതൽ 20,000 ദിനാർ വരെ അന്ന് നഷ്ടമായിരുന്നു. ഏകദേശം 12,000 ദിനാർ വിലപിടിപ്പുള്ള കട്ടിലുകളും മറ്റും വാങ്ങിയ കമ്പനി പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് നൽകിയതിൽ സംശയം തോന്നിയ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരൻ സാമൂഹിക പ്രവർത്തകരോട് വിവരം പങ്കുവെച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തറിയുന്നത്. മറ്റു GCCകളിലും അന്ന് സമാനമായ തട്ടിപ്പുകൾ അരങ്ങേറുകയുണ്ടായി. തങ്ങളിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ വില കുറച്ച് മാർക്കറ്റിൽ വിൽക്കുന്നതിന്റെ വിവരങ്ങൾ ലഭിച്ചതാണെന്ന് വ്യാപാരികൾക്ക് സംശയം തോന്നാൻ പ്രധാന കാരണം. ഇലക്ട്രിക്കൽ സ്ഥാപനങ്ങളിൽ നിന്ന് അന്ന് തട്ടിപ്പ് കമ്പനി കേബിളുകൾ വാങ്ങിക്കൂട്ടുകയായിരുന്നു. 30 നിലയുള്ള കെട്ടിടത്തിന്റെ പ്രോജക്റ്റാണ് തങ്ങളുടേതെന്ന് വിശ്വസിപ്പിച്ചാണ് കേബിളുകൾ വാങ്ങിയിരിക്കുന്നത്. 45 ദിവസത്തേക്കുള്ള പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണെന്ന് നൽകിയത്. വില പേശാതെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ ചിലർക്ക് സംശയം തോന്നിയതിനാൽ അവർ വ്യാപാരത്തിൽ നിന്ന് പിന്മാറി. അതുകൊണ്ട് മാത്രം തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടവരും ഉണ്ടായിരുന്നു. സാമൂഹിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അന്ന് ഇന്ത്യൻ എംബസിയെ സമീപിച്ച് പരാതി നൽകിയിരുന്നു. ഈ തട്ടിപ്പുകളെ തുടർന്ന് വ്യാപാരികൾ ശ്രദ്ധ പുലർത്തിയിരുന്നു. എന്നാൽ സമാന രീതിയിലുള്ള തട്ടിപ്പുകൾ വീണ്ടും ആവർത്തിക്കുന്നു എന്നതിൽ നിന്ന് കൂടുതൽ ജാഗ്രത വേണ്ടതുണ്ടെന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്.